ദൈവത്തിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രത്യേകതകളുണ്ടോ? ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമോ? ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ ചെറു സന്ദേശത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. സംഖ്യാപുസ്തകം വായിക്കുന്ന സമയം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 11 അധ്യായം അതിന്റെ 23 വാക്യത്തിൽ യഹോവയായ ദൈവം മോസസിനോട് ചോദിക്കുന്ന ഒരു ശ്രദ്ധേയമായ വാക്ക്. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അത് നിവർത്തിയാക്കുന്നതാണ്. ഒത്തിരി പിറുപിറുപ്പിന്റെയും ചോദ്യം ചെയ്യലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും വേദനയുടെയും മടുപ്പിക്കലിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് മോശ ദൈവത്തോട് അല്പമൊന്ന് പരിതപിച്ച് സംസാരിച്ചപ്പോൾ, അല്പമൊന്ന് വേദനിച്ച് സംസാരിച്ചപ്പോൾ ദൈവം മോശയോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എന്റെ കൈ കുറുതായി പോയോ? അർത്ഥം എന്താ? ദൈവത്തിന്റെ വചനം നാം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നാം ഉരുവിടുമ്പോൾ, ഡിക്ലെയർ ചെയ്യുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. മോശയോട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്: എന്റെ കൈ കുറുതായി പോയോ? പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവവൈതലേ, ദൈവത്തിന്റെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. ഇപ്പോഴും ഇതുപോലുള്ള ചോദ്യം ചെയ്യലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും വേദനയുടെയും നിരാശയുടെയും മടുപ്പിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്ന താങ്കളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു: ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല. വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കർത്താവ് ഗെത്ശമന തോട്ടത്തിൽ താൻ അതിവേദനയിൽ താൻ പിടിക്കപ്പെട്ടിരുന്ന സമയം താൻ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിനെ കുറിച്ച് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 14 അധ്യായം 39 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു ഭാഗത്ത് മാത്രമാണ്, അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ മാത്രമാണ് നാം ഇങ്ങനത്തെ ഒരു വാക്യം കാണുന്നത്: യേശു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു, യേശു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു, യേശു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ഒരിക്കലും കരുതുന്നില്ല കർത്താവ് ചെയ്ത, അല്ലെങ്കിൽ കർത്താവ് ചെയ്തതുപോലത്തെ അത്രയും മിനിസ്ട്രി അപ്പോസ്തലന്മാർ ചെയ്തിട്ടുണ്ടെന്ന് ഞാനത് അങ്ങനെ സമർത്ഥിക്കുകയല്ല. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ലൂക്കോസ് പറയുന്നുണ്ട്, അവൻ ഇതിലധികവുമായ കാര്യങ്ങൾ ചെയ്തു, അവൻ ചെയ്തത് എഴുതുവാൻ ഈ പുസ്തകം പോരാ എന്ന്. അപ്പൊ അത്രയും വലിയ മിറാക്കിൾസ്, അത്രയും ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു മിനിസ്ട്രി കർത്താവ് ചെയ്തിരുന്നു എന്നുള്ളതിന്റെ കാരണം, അതിന്റെ പിന്നിലെ രഹസ്യം ഒന്ന്, കർത്താവ് വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നിങ്ങളെ ദൈവത്തിന് അസാധാരണമായി ഉപയോഗിക്കണമെങ്കിൽ, നിങ്ങളെ ദൈവത്തിന് അതിശക്തന്മാരായി എഴുന്നേൽപ്പിക്കണമെങ്കിൽ, നിങ്ങളെ ദൈവത്തിന്റെ കയ്യിലെ ആയുധമാക്കി മാറ്റണമെങ്കിൽ, നിങ്ങളുടെ വായെ ദൈവത്തിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ബ്ലഡ് മുഴുവനും ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞതായിരിക്കണം. ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞതായിരിക്കണം. ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞൊരു ഹൃദയത്തിനകത്ത് പിശാചിന് നിരാശ കൊണ്ടിടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സിനകത്ത് സാത്താന് ദുർചിന്ത കൊണ്ടിടാനായിട്ട് പറ്റത്തില്ല. സോ വചനം തന്നെ നമ്മളോട് പറയുന്നു: യേശു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു, യേശു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്ത് വചനമായിരുന്നു യേശു ചൊല്ലിയത്? തൊട്ടുമുകളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും: അബ്ബാ പിതാവേ, നിനക്ക് സകലവും കഴിയും. അബ്ബാ പിതാവേ, നിനക്ക് സകലവും കഴിയും. അബ്ബാ പിതാവേ, നിനക്ക് സകലവും കഴിയും. ദൈവത്തിന്റെ പൈതലെ, കർത്താവ് ആരോട് പ്രവചനാത്മാവിൽ സംസാരിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ല. യേശു പോലും അത് അവിടെ ഉറപ്പിക്കുകയാണ്: അബ്ബാ പിതാവേ, നിനക്ക് സകലവും സാധ്യം, നിനക്ക് സകലവും കഴിയും. ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. നിങ്ങൾ ഏത് ആശങ്കയിലായിക്കോട്ടെ, ഏത് നിരാശയിലായിക്കോട്ടെ, ഏത് ബുദ്ധിമുട്ടിനകത്തായിക്കോട്ടെ, ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. സോ ദൈവത്തിന്റെ വചനം തുറക്കുക. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനത്തിനകത്ത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് തട്ടുകൊള്ളുന്നത്, നിങ്ങളുടെ മനസ്സിനകത്ത് ഉടക്കി നിൽക്കുന്നത്, നിങ്ങളുടെ കണ്ണിൽ ഉടക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന വചനങ്ങൾ
ഒരു പുസ്തകത്തിൽ, ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതുക. ആ വചനത്തെ നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുക. ഇത്ര വചനങ്ങളാണ് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നത് എന്ന് പറയാൻ ഞാൻ ആളല്ല. ദൈവത്തിന്റെ വചനം തന്നെ അനുഗ്രഹത്തിന്റെ പുസ്തകമാണ്. വിശുദ്ധ ബൈബിൾ ഒരു അനുഗ്രഹത്തിന്റെ പുസ്തകമാണ്. അതുകൊണ്ട് ഇന്ന വചനങ്ങൾ നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കൂ. നോ, എനിക്ക് അത് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ ഈ തിരുവെഴുത്ത് തുറക്കുമ്പോൾ നിങ്ങൾ ഈ തിരുവെഴുത്തിനകത്ത് കാണുന്നത് നിങ്ങളെ എന്നെ സ്വാധീനിക്കുന്ന വചനം ഒരുപക്ഷെ നിങ്ങളെ സ്വാധീനിക്കണമെന്നില്ല. നിങ്ങളെ സ്വാധീനിക്കുന്ന വചനം അപ്പോൾ ഒരുപക്ഷെ എനിക്ക് ആവശ്യമായി കൊള്ളണമെന്നില്ല. എന്റെ സാഹചര്യത്തിനനുസരിച്ച് എന്നോട് സംസാരിക്കുന്ന ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ അനുഗ്രഹത്തിനുള്ളതാണ്. സോ ദൈവവചനം യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അത്ഭുതത്തിന്റെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. God bless you and God be with you.